അനുഗ്രഹിക്കപ്പെട്ട ചാപ്പൽ സർവീസ് കൂടുവാനും ദൈവം നമ്മെ സഹായിച്ചു. ഇഹോൻ തിയോളജിക്കൽ സെമിനാരിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട സൈമൺ സാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നയിൽ സമർപ്പിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചെയ്യുന്നു. ചില നാളുകൾക്ക് ശേഷമാണ് നാം മിഷൻസിന്റെ പഠനവുമായിട്ട് ഒരുമിച്ച് കൂടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മിഷൻസിന്റെ പ്രാരംഭമായിട്ട് ചില ഭാഗങ്ങൾ പഠിക്കുകയുണ്ടായി. മിഷൻസ് എന്താണ്, ദൈവത്തിന്റെ മിഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചും മിഷൻ ഹിസ്റ്ററിയെ കുറിച്ചും അതുപോലെ ചരിത്രത്തിൽ നാം കണ്ട ചില എക്യുമെനിക്കൽ കോൺഫറൻസുകളെ കുറിച്ചും ഒക്കെ മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചതായിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ മിഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത് മിഷൻ തിയോളജി അല്ലെങ്കിൽ മിഷൻസ് ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്. പഴയ നിയമത്തിലെ ദൗത്യശാസ്ത്രം, പഴയ നിയമത്തിലെ ദൈവിക ദൗത്യം എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ വചനം ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ധാരാളം കൽപ്പനകൾ നമുക്ക് കാണുവാൻ കഴിയും. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ധാരാളം കൽപ്പനകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ നിയമത്തിലെ ഒരു കൽപ്പനയാണ്, നിങ്ങൾ സുവിശേഷം സകല ജാതികളെയും അറിയിക്കണം. സകലരോടും നിങ്ങൾ സുവിശേഷം അറിയിക്കണം എന്നുള്ളത് പുതിയ നിയമത്തിലെ ഒരു പ്രധാന കൽപ്പനയാണ്. അതുപോലെ തന്നെ അതിനകത്ത് കാണുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണം. അത് ലേഖനങ്ങളിലായാലും കർത്താവിൻ്റെ കൽപ്പനകളിലായാലും ഉപദേശങ്ങളിലായാലും ഒക്കെ നാം കാണുന്നത് നാം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കും. അപ്പൊ പുതിയ നിയമത്തിൽ ദൈവജനത്തിനൊരു മിഷൻ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോസ്തലന്മാര് ആ ദൗത്യവുമായിട്ടാണ് റോമാ സാമ്രാജ്യം വരെയും സഞ്ചരിച്ചത്. അതിനുശേഷം ഈ ഒരു 20 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ലോകത്തിലെല്ലാം യേശുക്രിസ്തുവിന്റെ ദൗത്യം, മിഷൻ വളരുന്നു, വ്യാപിക്കുന്നു, സുവിശേഷ വേല നടക്കുന്നു, സഭകൾ വളരുന്നു, അതെല്ലാം നമ്മൾ കാണുന്നു. എന്നാൽ ചോദ്യം മറ്റൊന്നാണ്, ഓൾഡ് ടെസ്റ്റമെന്റിൽ എന്താണ് മിഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? പഴയ നിയമത്തിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? അവിടെ 2-3 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, does the Old Testament have a missionary message? Does the Old Testament have a missionary message? പഴയ നിയമത്തിന് ഒരു മിഷണറി സന്ദേശമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, does the Old Testament reveal any missionary activity? പഴയ നിയമം ഏതെങ്കിലും മിഷണറി പ്രവർത്തനത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, does the Old Testament show a missionary purpose? പഴയ നിയമത്തിന്റെ ചരിത്രത്തിനും രചനയ്ക്കും അല്ലെങ്കിൽ ആ ദൈവജനത്തിനും ഒക്കെ ഒരു മിഷണറി പർപ്പസ് ഉണ്ടായിരുന്നു, ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് പഴയ നിയമ
മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കോൺഫ്രണ്ട് ചെയ്യും. Does the Old Testament have a missionary message? Does the Old Testament reveal any missionary activity? Does the Old Testament show a missionary purpose? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ എന്താണ് പഴയ നിയമത്തിന്റെ മിഷണറി മെസ്സേജ്? പഴയ നിയമത്തിൽ അങ്ങനെ ഒരു വസ്തുതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിന്റെ അടിസ്ഥാനപരമായ ദൈവശാസ്ത്രത്തെയും അടിസ്ഥാനപരമായ നിലപാടിനെയും നമ്മൾ വീക്ഷിക്കുമ്പോൾ, പ്രത്യേകിച്ചും അതിൻ്റെ ചരിത്ര ഭാഗത്തും നിയമം എന്ന് പറയുന്ന ന്യായപ്രമാണ ഭാഗത്തും പിന്നീട് കാവ്യ മതത്തിന്റെ പ്രവാചകങ്ങളും കാവ്യങ്ങളും ഉൾപ്പെടുന്ന ഭാഗങ്ങളിലുമൊക്കെ ഇത് വളരെ ക്ലിയർ ആയി നമുക്ക് കാണുവാൻ കഴിയും. ഒരു മിഷണറി മെസ്സേജ് പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് എ മെസ്സേജ് ദാറ്റ് വൺ ഹാസ് ആൻഡ് അനദർ നീഡ്സ്. ഓരോരുത്തർക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ്, ഓരോരുത്തർക്കും വേണ്ടിയ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ മെസ്സേജ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വേണ്ടിയുള്ള സന്ദേശം ആണെന്ന് നമുക്ക് തോന്നിയാലും അത് അതിൻ്റെ അതിർത്തികൾ കടന്ന് ലോകത്തെല്ലായിടത്തും വ്യാപിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ പ്രവാചകങ്ങളുടെയും ന്യായപ്രമാണത്തിന്റെയും മോറൽ വാല്യൂ അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജസ്റ്റിസ്, നീതിയുടെ ശബ്ദം, അതുപോലെ ധാർമ്മികമായ മൂല്യങ്ങൾ, ഇതെല്ലാം ഇസ്രായേലിന് പുറത്തേക്കും കൂടെ, യഹൂദമതത്തിന് പുറത്തേക്കും കൂടെ വ്യാപിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ മിഷനെ കുറിച്ചുള്ള അതിൻ്റെ ഒരു പർപ്പസ് നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പുള്ള പിതാക്കന്മാരുടെ കാലഘട്ടത്തിലുമെല്ലാം ദൈവത്തിന്റെ മനസ്സിൽ ഇസ്രായേൽ മാത്രമായിരുന്നില്ല. ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെ ഒരു ഉണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇസ്രായേൽ മാത്രമായിരുന്നില്ല ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ മനസ്സിൽ മുഴു ലോകവും ദൈവത്തിങ്കിലേക്ക് വരുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന്റെ മനുഷ്യരായി തീരുന്ന ഒരു ചിത്രമായിരുന്നു, അല്ലെങ്കിൽ ഒരു മിഷനായിരുന്നു ദൈവത്തിങ്കൽ ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ പലപ്പോഴും അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയാണ്. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ പഴയ നിയമത്തിലെ ഓരോ രംഗങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് 2-3 ചിത്രങ്ങൾ അല്ലെങ്കിൽ 2-3 ഘട്ടങ്ങൾ നമുക്ക് മിഷനുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുവാനുണ്ട്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോട്ട് ചെയ്യാം. ഒന്ന്, ദ കോൾ ഓഫ് അബ്രഹാമിന്റെ വിളി. അബ്രഹാമിന്റെ വിളി വളരെ പ്രാധാന്യമുള്ള ഒരു മിഷണറി ആക്ടിവിറ്റി തന്നെയാണ്. ഒരു മിഷണറി ആക്ടിവിറ്റിക്ക് വേണ്ടിയാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് തന്നെ. അപ്പോൾ ഒരു മെസ്സേജും ഉണ്ട്, ഒരു ആക്ടിവിറ്റിയും അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ മെസ്സേജ് എന്താണ്? മെസ്സേജ് എന്ന് പറയുന്നത് നിന്നിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കും. അപ്പൊ സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു മെസ്സേജാണ് പഴയ നിയമ മിഷൻ നമുക്ക് നൽകുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, അബ്രഹാമിന്റെ വിളി എന്ന് പറയുന്നത് അബ്രഹാമിന് വേണ്ടി മാത്രമായിരുന്നില്ല. സാധാരണ ഒരു വിളി എന്ന് പറയുന്നത് ആ ആളിന് വേണ്ടി മാത്രമാണ്, ഒരു കോൾ,
ലഭിക്കുന്നു എന്ന് പറഞ്ഞ ആളിന് വേണ്ടി, ഇപ്പൊ എനിക്കൊരു കോൾ ലഭിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് യാതൊരു ബന്ധവുമില്ല. എന്നോട് പറയാനുള്ള കാര്യമാണ് ആരെങ്കിലും എന്നെ വിളിച്ച് പറയുന്നത്, അല്ലെ എന്നെ വിളിക്കുന്നത് ഞാൻ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അബ്രഹാമിനെ വിളിക്കുന്നതിന് പിന്നിൽ ഒരു മിഷണറി പർപ്പസ് ഉണ്ടായിരുന്നു, ഒരു മിഷണറി പർപ്പസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ അബ്രഹാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മാത്രമല്ല, പുതിയ നിയമത്തിലേക്ക് വന്ന് പൗലോസിന്റെ ദൈവശാസ്ത്ര വിശകലനങ്ങൾ നോക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ന്യായപ്രമാണത്തിന് മുമ്പ് ജീവിച്ചിരുന്ന അഗ്രചർമ്മികളായ യഹൂദന്മാർ വിജാതീയർ എന്ന് വിളിച്ചിരുന്ന സകലരെയും ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതീകരണത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ വേണ്ടി അബ്രഹാമിനെ ദൈവം ആ അഗ്രചർമ്മത്തിൽ വെച്ച് തന്നെ ദൈവം നീതീകരിക്കുന്നു. അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിനോട് ഒരു വാഗ്ദത്തം നൽകി അബ്രഹാമിനെ അയക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ അബ്രഹാമിലൂടെ ലോകത്തിലുള്ള സകല ജനതയും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പർപ്പസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പഴയ നിയമം വെളിപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് കവനന്റ്. ഒന്ന് ദ കോൾ ഓഫ് അബ്രഹാം, സെക്കൻഡ് വൺ ദ ബുക്ക് ഓഫ് കവനന്റ്, അല്ലെങ്കിൽ പ്രമാണം, നിയമം, ഉടമ്പടി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാൻ കഴിയും. അപ്പൊ ആവർത്തന പുസ്തകത്തെയാണ് യഥാർത്ഥത്തിൽ ഉടമ്പടികളുടെ പുസ്തകം എന്ന് പൊതുവെ വിളിക്കുന്നത്. ആവർത്തന പുസ്തകത്തിലാണ് ഉടമ്പടികളെല്ലാം ക്രമീകൃതമായി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളെ നിയമപുസ്തകം, അല്ലെങ്കിൽ ഉടമ്പടികളുടെ പുസ്തകം, ന്യായപ്രമാണം എന്നൊക്കെ നമ്മൾ സംബോധന ചെയ്യുന്നുണ്ട്. അതിൽ ഉടമ്പടികളുടെ പ്രത്യേകമായ പുസ്തകമാണ് ദ ബുക്ക് ഓഫ് കവനന്റ് ആണ് ആവർത്തന പുസ്തകം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം ആകുന്നു. അപ്പോൾ അവിടെ ദൈവത്തിന്റെ ഒരു വലിയ ദയ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കരുണ, കൃപ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ അടിമ വീട്ടിൽ നിന്നും വിടുവിക്കുന്ന, അടിമ വീട്ടിൽ നിന്നും മോചനം നൽകുന്ന, ബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകുന്ന ഒരു ദൈവം, ആ ദൈവമാണ് അവരെ അവിടെ നിന്ന് കൊണ്ടുവന്നത്, അവരെ വിടുവിച്ചു കൊണ്ടുവന്നത് എന്ന് ദൈവം തന്നെ പ്രസ്താവിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 7 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രമാണം കൊടുക്കുകയാണ്, നിയമം കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ദയയെക്കുറിച്ചും കൃപയെക്കുറിച്ചും ദൈവം ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട പ്രവൃത്തിയെക്കുറിച്ച് ദൈവം തന്നെ അവിടെ പറയുന്നു. അതിനുശേഷം ദൈവം ഒരു നിയമം അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ അവിടെ ഗ്രേസ് ഉണ്ട്. ഗ്രേസ് ആണ് അവരെ എന്ത് ചെയ്തത്? അടിമ വീട്ടിൽ നിന്നും മോചിപ്പിച്ചത്. അതുപോലെ തന്നെ അവർക്കൊരു ലോയും ഉണ്ട്. അപ്പൊ ഗ്രേസ് ആൻഡ് ലോ, അത് രണ്ടും റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് കവനന്റിന്റെ പുസ്തകം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പം ഇത് അവരെ കനാനിലേക്ക് കൊണ്ടുവരുന്ന, കനാനിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടതുണ്ടായിരുന്നു. എങ്കിലും അവിടെ ആ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് ദൈവം അവരെ അവിടെ ഒരു മുന്തിരിവള്ളി പോലെ നടന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഇവിടെ നിയമത്തിന്റെ ജനമായി, നിയമത്തിന്റെ ഉടമ്പടിയുടെ ജനമായി നമുക്ക് ഇസ്രായേലിനെ കാണുവാൻ കഴിയും. അപ്പം പഴയ നിയമ ജനം എന്ന് പറയുന്നത് ആരാണ്? ദൈവത്തിന്റെ കൃപ ലഭിച്ചവരാണ്. അപ്പോൾ തന്നെ അവര് നിയമത്തിന്റെ ജനവുമാണ്.
അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു അബ്രഹാമിന്റെ വിളിയാണ്. അബ്രഹാമിന്റെ വിളിയിൽ ദൈവത്തിന്റെ പർപ്പസ്, മിഷൻ പർപ്പസ് അടങ്ങിയിരുന്നു. രണ്ടാമത്തെ കാര്യം ദൈവം വിളിച്ചു വേർതിരിച്ച അബ്രഹാമിന്റെ സന്തതികളായ ഇസ്രായേലിനെ ദൈവം കൃപയാലാണ് രക്ഷിച്ചത്. അതുപോലെ തന്നെ ദൈവം അവർക്കൊരു നിയമവും കൊടുത്തു. അപ്പം അവിടെ കൃപയും നിയമവും നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഉടമ്പടികളുടെ മനുഷ്യരായി നമുക്ക് അവരെ കാണുവാൻ കഴിയും. ദൈവത്തിന്റെ മിഷണറി വ്യൂ അല്ലെങ്കിൽ ആ ഒരു മിഷണറി ദർശനത്തിന്റെ മൂന്നാമത്തെ പഴയ നിയമ ദൈവശാസ്ത്രപരമായി പഴയ നിയമത്തിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യോനായുടെ പുസ്തകത്തിൽ നിന്ന്. അത് വളരെ കാലത്തിന് ശേഷമുള്ള ഒരു സംഭവമാണ്. യോനായുടെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം. അതൊരു ഡ്രാമാറ്റിക് ആയിട്ടാണ് ആ ഒരു കാര്യം ദൈവം അവതരിപ്പിക്കുന്നത്. അതായത് പ്രവാചകനെ കൂടെ ഉൾപ്പെടുത്തി, മറ്റ് ജനതകളെ ഉൾപ്പെടുത്തി, അങ്ങനെ അവർ തന്നെ അതിന്റെ അഭിനേതാക്കളായി മാറുകയാണ്. ആ നാടകത്തിന്റെ അഭിനേതാക്കളായി അവർ തന്നെ മാറുകയാണ്. അപ്പൊ ദൈവിക പദ്ധതികളെ യോനായ്ക്കും ഇസ്രായേലിനും വിജാതീയർക്കും വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി ദൈവം അവരെ ചില ഘട്ടങ്ങളിലൂടെ കടത്തിവിടുകയും ചില അനുഭവങ്ങളിലൂടെ കടത്തിവിടുകയും ചെയ്ത് ദൈവം തന്റെ പർപ്പസ് വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് യോനായുടെ പുസ്തകം. അപ്പൊ ഇത് ദൈവത്തിന്റെ വലിയ ദയ, അതായത് വിജാതീയരോടുള്ള ദൈവത്തിന്റെ വലിയ കരുണയെ വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് യോനായുടെ പുസ്തകം എന്ന് പറയുന്നത്. അപ്പൊ പഴയ നിയമ മിഷൻസിന്റെ ആക്ടിവിറ്റി അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പം അതിന്റെ മെസ്സേജ് ഉണ്ട്, അതിന്റെ പർപ്പസ് ഉണ്ട്, അതിന്റെ ആക്ടിവിറ്റിയും ഉണ്ട്. അപ്പം നമുക്കറിയാം ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ തന്നെ പരദേശികളെ കുറിച്ചും ചുറ്റുമുള്ള ആളുകളെ കുറിച്ചും ഒക്കെയുള്ള ദൈവത്തിന്റെ വലിയ കരുതലുകൾ നമുക്ക് പ്രമാണങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ പിൽക്കാലങ്ങളിലേക്ക് വന്നപ്പോൾ അവരവരുടെ ചുറ്റുപാടുമുള്ള ആളുകളെ കുറിച്ചുള്ള ദൗത്യം അവർ മറന്നു കളഞ്ഞു. കാരണം ഈ വളരെയധികം മ്ലേച്ഛതയിലും വിഗ്രഹാരാധനയിലും ദൈവനിഷേധത്തിലും ജീവിച്ചിരുന്ന സമൂഹങ്ങളെയൊക്കെ പലപ്പോഴും ദൈവത്തിന് ശിക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ ശിക്ഷകളൊക്കെ കണ്ടു വളർന്ന ഈ ഇസ്രായേൽ മക്കൾ പിന്നീടുള്ള അവരുടെ യാത്രയിൽ ഈ വിജാതീയരെ വളരെയധികം ശത്രുക്കളായി കാണുകയും ഒരു തരത്തിലും അവരോട് യാതൊരു സമ്പർക്കവും ഇല്ലാതെ ജീവിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ അവരുടെ ഇസ്രായേൽ മക്കളുടെ ധാർമ്മികത ഇസ്രായേൽ മക്കൾ പാലിക്കണമായിരുന്നു. അപ്പോൾ തന്നെ മറ്റുള്ളവരോട് യഹോവയെ കുറിച്ച് പ്രസ്താവിക്കണമായിരുന്നു. പക്ഷെ അവര് അതിന് താല്പര്യം ഇല്ലാത്തവരായിട്ട് തീർന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ആണ് യോനായുടെ പ്രവചനത്തിലൂടെ ദൈവം തൻ്റെ മിഷണറി പർപ്പസ് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ദൈവം എല്ലാവരോടും കരുണയുള്ളവനാണ് എന്ന് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നു. ദൈവം എല്ലാവരോടും കരുണയുള്ളവനാണ്. മാനസാന്തരപ്പെടുന്ന, മനം തിരിയുന്ന, യഹോവയിലേക്ക് തിരിയുന്ന എല്ലാവരെയും ദൈവം സ്നേഹിക്കുകയും എല്ലാവരും ദൈവത്തിങ്കിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക പദ്ധതി നമുക്ക് യോനായുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഈ മൂന്ന് പ്രധാനപ്പെട്ട, അപ്പൊ അത് നമ്മൾ പിന്നീട് വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ആ പുസ്തകം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ഒരു ഗോഡ് ഈസ് എ മിഷണറി ഗോഡ്. ദൈവം ആരാണ്? ദൈവം ഒരു മിഷണറി ദൈവമാണ്. ദൈവം ഒരു മിഷണറി ദൈവമാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വെളിപ്പാട് നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ റെവലേഷൻ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ഓൾ ദ മാൻകൈൻഡ്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം തന്റെ വെളിപ്പാടുകളെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ദൈവം തന്റെ വെളിപ്പാടുകളെ ഇസ്രായേലിനാണ്, അവരുടെ കൈകളിലാണ് ഏൽപ്പിച്ചതെങ്കിലും അത് എന്തിനു വേണ്ടിയായിരുന്നു? എല്ലാ മാനവജാതിക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ വെളിപ്പാടുകളായിരുന്നു. അപ്പൊ ഇന്ന് ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. പഴയ നിയമം എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് മാത്രം കൊടുത്തതാണ്, യഹൂദന്മാരുടെ മാത്രം നിയമമാണ്, യഹൂദിന്റെ മാത്രം ദൈവമായിരുന്നു യഹോവ. അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും അറിയാറുണ്ട്.
എന്നാൽ ദൈവമായ കർത്താവ് സകലരുടെയും ദൈവമാണ്. ദൈവം തന്റെ മിഷണറി ദൗത്യം വെളിപ്പെടുത്തുവാൻ തിരഞ്ഞെടുത്ത ജനതയാണ് ഇസ്രായേൽ മക്കൾ. അതുകൊണ്ട് അവരുടെ മാത്രം ദൈവമല്ല, ദൈവം എല്ലാവരുടെയും ദൈവമാണ് എന്ന് നമുക്ക് കാണാം. അപ്പൊ ദൈവത്തിന്റെ വെളിപ്പാടുകൾ ദൈവം തിരഞ്ഞെടുത്തവർക്ക് കൊടുത്തത് കൊണ്ട്, പ്രമാണം അവരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്, നിയമങ്ങൾ അവർക്ക് കൊടുത്തു, വെളിപ്പാടുകൾ അവർക്ക് കൊടുത്തു എന്നുള്ളത് കൊണ്ട് അത് അവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. ദൈവം അത് കൊടുത്തത് സകല ജനതയ്ക്കും വേണ്ടി ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷെ അത് മനസ്സിലാക്കുന്നതിൽ ആ വെളിപ്പാടുകൾ സ്വീകരിച്ച ജനത അത്രത്തോളം അത് ഉൾക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ടാണ് യോനയൊക്കെ ഈ നിനവയിലേക്ക് പോകുവാൻ മടിക്കുന്നത്. കർത്താവിന്റെ കാലഘട്ടത്തിലും ഈ ശമരിയയിൽ കൂടെ പോലും നടന്നു പോകുവാൻ യഹൂദന്മാർക്ക് മനസ്സിൽ ഉണ്ടായിരുന്നില്ല. പാപികളെയും ദോഷികളെയും എല്ലാം അകറ്റി നിർത്തുന്ന ഒരു 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 രീതിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവർക്ക് അവരുടെ മിഷണറി ദൗത്യം ഫലപ്രദമായി ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നിപ്പം ദൈവത്തിന്റെ വെളിപ്പാടുകൾ സകല മനുഷ്യർക്കും ഉള്ളതായിരുന്നു. രണ്ടാമത്തെ കാര്യം പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് പറയുന്ന ഒരു വസ്തുതയാണ്. പ്രോട്ടോ ഇവാഞ്ചലിയം എന്തുവാണ് ഈ പ്രോട്ടോ ഇവാഞ്ചലിയം? പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് പറഞ്ഞാൽ സുവിശേഷം വെളിപ്പെടുന്നതിന് മുമ്പ്, ലോക സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷാപദ്ധതിയുടെ സുവിശേഷം വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവം വെളിപ്പെടുത്തിയ സുവിശേഷത്തിന്റെ പ്രാഥമിക രൂപമാണ്. ദൈവം വെളിപ്പെടുത്തിയ സുവിശേഷത്തിന്റെ പ്രാഥമിക രൂപം, ആദി രൂപം എന്നാണ് പ്രോട്ടോ എന്നുള്ള പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഒരു മിഷണറി കോൺസെപ്റ്റായി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അവിടെ മുതൽ തന്നെ ദൈവം ഒരു മിഷണറി ഗോഡാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എന്താണ് ഈ പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് പറയുന്നത്? പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് പറയുന്നത് സുവിശേഷ ദൗത്യത്തിന്റെ, ലോകത്തോടുള്ള ദൈവത്തിന്റെ ദൗത്യത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനമാണ്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പദ്ധതിയുടെ ആദ്യത്തെ പ്രഖ്യാപനമാണ് പ്രോട്ടോ ഇവാഞ്ചലിയം. അത് നമുക്ക് എവിടെയാണ് കാണുന്നത്? മത്തായി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പൊ ദൈവം അനുഗ്രഹങ്ങളും ശാപങ്ങളും ഒക്കെ പാപം ചെയ്തു പോയ മനുഷ്യനോടും അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളോടും പറയുന്ന കാര്യമാണ്, മനുഷ്യനോട് പറയുന്ന കാര്യമാണ്. ഒന്നാം വാക്യം: യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ മൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നു. സർപ്പത്തോട് ഉള്ള അടുത്ത അറിയിപ്പാണ്: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും. ആ പ്രയോഗങ്ങൾ ദൗത്യശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും. അപ്പം യഥാർത്ഥത്തിൽ ഈ പാമ്പിനോടാണ് പറയുന്നതെങ്കിലും അവിടെ പാമ്പിനെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കാണാം. പാമ്പൊരു പ്രതീകമാണ്. യഥാർത്ഥത്തിൽ സർപ്പത്തെ കൊല്ലുന്നതിനെ കുറിച്ചോ സർപ്പം കൊല്ലുന്നതിനെ കുറിച്ചോ അല്ല. സർപ്പമായിട്ട് അവിടെ പാമ്പായിട്ട് ഏദനിൽ പ്രത്യക്ഷപ്പെടുന്നത് ദൈവവിരുദ്ധതയുടെയും അന്ധകാരത്തിന്റെയും ഒരു തലമുറയുടെ പ്രതീകമാണ്. ആ സർപ്പത്തെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ മഹാസർപ്പമായിട്ട് നമ്മൾ കാണും. ആ തിന്മയെല്ലാം വളർന്ന് ദൈവജനത്തെ വലിച്ചു കളയുവാൻ, മുടിച്ചു കളയുവാൻ ഉള്ള ഒരു മഹാസർപ്പമായി വളർന്നു വരുന്ന ഒരു അന്ധകാരത്തിന്റെ ശക്തിയെ ദൈവം കർത്താവ് പരാജയപ്പെടുത്തുകയും അതിനെ
അഗ്നി നരകത്തിലേക്ക് അല്ലെങ്കിൽ നിത്യമായ നാശത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുന്ന നമുക്ക് വെളിപാട് പുസ്തകത്തിലാണ് നാം കാണുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ സർപ്പം ഒരു പാമ്പാണ്, പക്ഷെങ്കിൽ ഇത് കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊരു മഹാസർപ്പമായി മാറി. ആ സർപ്പത്തെ ആണ് അവിടെ ശിക്ഷിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ. അപ്പൊ ഇവിടെ ഇത് ഒരു പാമ്പ് എന്നുള്ള ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും ഇത് പാമ്പല്ല, മറിച്ച് ഇതൊരു തലമുറയാണ്. ഇതൊരു ഒരു 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 ജനറേഷനാണ്, അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ദൈവവിരുദ്ധതയുടെ, സാത്താന്യ ശക്തിയുടെ, പാപത്തിന്റെ ശക്തിയുടെ ഒരു രൂപമായി നമുക്ക് കാണുവാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഭവത്തെ ശപിക്കുമ്പോൾ ദൈവം അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ 15-ാമത്തെ വാക്യം. ഈ 15-ാമത്തെ വാക്യത്തെയാണ് പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന് വിളിക്കുന്നത്. അവിടെ നമുക്ക് ദൈവത്തിന്റെ ദൗത്യത്തെയും സുവിശേഷത്തിന്റെ ആദ്യ രൂപത്തെയും അതുപോലെ തന്നെ സുവിശേഷ സന്ദേശത്തിന്റെ ആദ്യ പ്രഖ്യാപനത്തെയും നമുക്ക് കാണാം. അതാണ് ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അപ്പൊ ഞാൻ നിന്നോട് ശത്രുത ഉണ്ടാവുന്ന അല്ലെങ്കിൽ നിന്നെ എതിരിടുന്ന ഒരു സന്തതി ഉണ്ടാവും. ആ സന്തതി ആരാണ്? സ്ത്രീയുടെ സന്തതിയാണ്. സ്ത്രീയുടെ സന്തതിയാണ്. ആ സ്ത്രീയുടെ സന്തതിയുമായി സർപ്പത്തിന് ശത്രുത്വം ഉണ്ടാകും. നീ എന്ത് ചെയ്യും? നീ അവന്റെ തലയെ, അവൻ നിന്റെ തല തകർക്കും. സർപ്പത്തിന്റെ തല ആര് തകർക്കും? സ്ത്രീയുടെ സന്തതി തകർക്കും. നീ അവന്റെ കുതികാൽ തകർക്കും. അതിന് മാത്രമേ കഴിയത്തുള്ളൂ. കാലിൽ ഒരു ക്ഷതമേൽപ്പിക്കുവാൻ മാത്രമേ സാത്താന് കഴിയത്തുള്ളൂ. പക്ഷെങ്കിൽ സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. അതുകൊണ്ടാണ് സകല അന്ധകാര ശക്തികളെയും വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കർത്താവായ യേശുക്രിസ്തു കുരിശിൽ ജയോത്സവം കൊണ്ടാടി എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പൊ സകല ശക്തികളെയും ആയുധവർഗം വെപ്പിച്ചു. കുരിശിൽ ഈ അന്ധകാര ശക്തികളുടെ മേൽ ജയോത്സവം കൊണ്ടാടി. പത്രോസിന്റെ ലേഖനത്തിൽ യോഹന്നാന്റെ ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായി. അവന്റെ തലയെ തകർക്കുവാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ നമുക്ക് വിരോധമായിരുന്ന എല്ലാ എഴുത്തുകളെയും വായിച്ച് വേർപാടിന്റെ അടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് അവൻ സകല അന്ധകാര ശക്തികളുടെയും മേൽ ജയോത്സവം കൊണ്ടാടി. കുരിശിൽ മരിച്ച ക്രിസ്തു ഒരു പരാജയമല്ല. കുരിശിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ അതൊരു പരാജയത്തിന്റെ ശബ്ദമല്ല, മറിച്ച് അത് ശത്രുവിന്റെ മേൽ ജയം കൊള്ളുന്ന ഒരു ജയോത്സവത്തിന്റെ ആരവമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ കുരിശ് പരാജയമല്ലാതെ മാറുന്നത് അവിടെയാണ്. ആത്മീയമായ ഭാഷയിൽ പറഞ്ഞാൽ കുരിശിൽ ക്രിസ്തു മരിച്ചപ്പോൾ പഴയ പാപത്തിന്റെ തല തകർക്കപ്പെടുകയായിരുന്നു. ക്രിസ്തുവിന്റെ കുതികാൽക്ക് ക്ഷതമേറ്റു എങ്കിലും ശത്രുവിന്റെ പഴയ പാമ്പിന്റെ തല തകർക്കപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പം കർത്താവിന്റെ സഭ സാത്താന്റെ വളരെയധികം പ്രലോഭനങ്ങളും വശീകരണങ്ങളും സ്വാധീനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവന്റെ തല എന്ത് ചെയ്തു? തകർക്കപ്പെട്ടു. അവൻ സമ്പൂർണമായി പരാജയപ്പെട്ടു. ക്രിസ്തു അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. ആ ക്രിസ്തുവിനെയാണ് ദൈവം സഭയ്ക്ക് നാഥനായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ടത് സാത്താനെയല്ല, ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ്. സാത്താനെ നാം അധികം ഭയപ്പെടേണ്ട ആവശ്യമില്ല. സാത്താനോട് പറയണം. ഒരിക്കൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മാർട്ടിൻ ലൂതർ ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദർശനം കണ്ടെന്നാ പറയും.
ദർശനമല്ല, അദ്ദേഹത്തിന്റെ റൂമിലേക്ക് ഇങ്ങനെ ഒരു ഒരു സാത്താൻ ഇങ്ങനെ കയറി വന്നിട്ട് അവന്റെ കയ്യിലൊരു, നമ്മൾ ഈ കടയിലൊക്കെ പോകുമ്പോൾ, ഇപ്പൊ അങ്ങനെ എഴുതാറില്ല, പണ്ട് ഇങ്ങനെ പലചരക്കടയിലൊക്കെ പോകുമ്പോൾ വലിയ നീണ്ട ലിസ്റ്റൊക്കെ എഴുതിക്കൊണ്ട് പോകുമായിരുന്നു. മുളക്, അരി 5 കിലോ, വെളിച്ചെണ്ണ 1 കിലോ, ഇങ്ങനെയൊക്കെ എഴുതി താഴോട്ട് ഒത്തിരി ഇതുമാണ്. ഇതുപോലൊരു വലിയ ലിസ്റ്റ് കൊണ്ട് നമ്മുടെ മാർട്ടിൻ ലൂഥറിന്റെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തു. ഇതെന്തുവാണ്? അപ്പൊ പറഞ്ഞു, ഇത് നീ ചെയ്ത പാപങ്ങളാണ് ഇത് മുഴുവൻ. നീ അത്ര വലിയ നീതിമാനൊന്നുമല്ല. ഇത് നീ ചെയ്ത കുറവുകളും കുറ്റങ്ങളും പാപങ്ങളും നിന്റെ ചിന്തയിൽ വന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാമാണ് ഇത് എഴുതിയിരിക്കുന്നത്. സാത്താൻ വളരെ കൃത്യമായിട്ട്, മാർട്ടിൻ ലൂഥർ പോലും മറന്നുപോയിട്ടുള്ള പല തെറ്റുകുറ്റങ്ങളും കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് കൊണ്ടുകൊടുത്തു. മാർട്ടിൻ ലൂഥർ അത് മേടിച്ചിട്ട് തന്റെ മേശപ്പുറത്തുനിന്ന് ഒരു പേന എടുത്തിട്ട് അതിന്റെ താഴെ, ചുവന്ന മഷി കൊണ്ടുള്ള ഒരു പേന എടുത്തിട്ട് അതിന്റെ താഴെ എഴുതി, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ വാക്യം എഴുതി അവിടെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സാത്താൻ ഇങ്ങോട്ട് പോയെന്ന് കണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം പാപബോധം വരുത്തുക, പാപത്തിന്റെ പാപത്തെക്കുറിച്ചുള്ള എന്താണ്, പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം. നമുക്ക് കുറ്റബോധം ഉണ്ടാവും, അല്ലേ? നമ്മൾ നീതീകരിക്കപ്പെട്ടെങ്കിലും നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള ബോധ്യം വരുമ്പോൾ നമുക്ക് കുറ്റബോധം ഉണ്ടാകും. പക്ഷെ ആ കുറ്റബോധത്തിൽ നിന്നും നാം പുറത്തു വരണം. ഇല്ലെങ്കിൽ സാത്താൻ നമ്മെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കും. നീ അത് ചെയ്തതല്ലേ, നീ അത് കള്ളം പറഞ്ഞതല്ലേ, നീ അങ്ങനെ ചിന്തിച്ചതല്ലേ, അത് ശരിയാണോ, നീ ദൈവത്തിന്റെ വൈതലാണോ, നിനക്ക് പ്രാർത്ഥിക്കാനുള്ള യോഗ്യതയുണ്ടോ, ആരാധിക്കാനുള്ള യോഗ്യതയുണ്ടോ, ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നാം അത് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ സാത്താന് പിന്നെ നമ്മോട് എന്ത് ചെയ്യാനൊക്കത്തില്ല, അതിനെ ഓർമ്മിപ്പിക്കാനൊക്കത്തില്ല. കാരണം അത് മായ്ച്ചു കളയുകയാണ്, അതെന്നേക്കുമായി മായ്ച്ചു കളയുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ പാപത്തിന്റെ കുറ്റബോധത്തിൽ ജീവിക്കാൻ പാടില്ല. കാരണം നാം പാപം ചെയ്തു പോയാലോ നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കുറ്റങ്ങളെയും നമ്മുടെ കുറവുകളെയും ഒക്കെ, നമ്മുടെ നിത്യമരണത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചവനായ കർത്താവ് നമ്മുടെ നിത്യജീവിതത്തിലെ കൊച്ചു കൊച്ചു തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ക്ഷമിക്കുന്നവനാണ്. നമ്മെ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാണ് നമ്മെ നടത്തുന്നത്. അപ്പൊ സാത്താന്റെ ആലോചനകളെക്കാൾ കൂടുതൽ നാം ശ്രവിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മെ ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജീവിതത്തെ ഒരു ജയോത്സവമാക്കി മാറ്റുവാൻ കഴിയും. ജയിച്ചവരാണ് നാം എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകും. നാം ജയിച്ചവരാണ്, കർത്താവ് സാത്താനെ പരാജയപ്പെടുത്തിയത്. ഓക്കെ. അപ്പം ഇവിടെ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിൽ, അത് യഥാർത്ഥത്തിൽ പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഏത് കാലഘട്ടത്തിലാണ് ദൈവം അത് അരുളി ചെയ്തതെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്, കാലഗണനയ്ക്ക് അപ്പുറത്താണ് അത്. എന്നാൽ ദൈവം അത് പ്രസ്താവിച്ചത് എല്ലാ കാലത്തേക്കുമുള്ള ഒരു മിഷണറി ദൗത്യത്തിന്റെ വെളിപ്പെടുത്തലായി നമുക്ക് മനസ്സിലാക്കാം. എല്ലാ കാലത്തേക്കുമുള്ള ഒരു മിഷണറി ദൗത്യത്തിന്റെ വെളിപ്പെടുത്തലാണ്. അവിടെ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും, അപ്പൊ അവിടെ സ്ത്രീയുടെ സന്തതി എന്നവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രയോഗത്തെ പിന്നീട് അവർക്ക് എത്രത്തോളം ന്യായപ്രമാണ സംബന്ധമായുള്ള പഠനത്തിലൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്ന് നമ്മളൊക്കെ സംശയമുണ്ട്. കാരണം പിൽക്കാലങ്ങളിൽ അവരൊരു മശിഹായെ പ്രതീക്ഷിച്ചിരുന്നു. അത് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകളുടെയും വെളിപ്പാടുകളുടെയൊക്കെ വെളിച്ചത്തിലായിരുന്നു. എന്നാൽ പൗലോസ് യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തെ കുറിച്ച് പറയുമ്പോൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഈ വസ്തുതയുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം
എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിപ്പിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഗലാത്യയിലെ വിശ്വാസികളോട് പൗലോസ് പറയുന്നു, ദൈവം കാലസമ്പൂർണത വന്നപ്പോൾ തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി അല്ലെ? ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനാണ്. അപ്പൊ ഇവിടെ ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത്, അങ്ങനെ ഒരു പ്രയോഗമാണ്. അല്ല, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ നിയോഗിച്ചയച്ചത്. അവിടെയാണ് അയക്കുക എന്നുള്ള ആ ഒരു പദം കൂടെ വരണം. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പം നിയോഗിച്ചയച്ചു എന്നാണ്. അപ്പോയിന്റ് ചെയ്തു എന്ന് മാത്രമല്ല, സെൻഡ് ഔട്ട് എന്നുള്ള ഒരു പ്രയോഗം കൂടെ ഇവിടെയുണ്ട്. അപ്പം അതാണ് ദൈവത്തിന്റെ മിഷൻ എന്ന് പറയുന്നത്, അല്ലെ? സെൻഡ് ഔട്ട് എന്ന് പറയുന്നത് ആണ് മിഷൻ. മിറ്റോ എന്നുള്ള പദത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അപ്പോസ്റ്റലോ എന്ന് പറയുന്നു. അപ്പൊ യേശുക്രിസ്തു അപ്പോസ്തലനാണ് എന്ന് നമുക്ക് കാണാം. നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലൻ എന്ന് നമുക്ക് കാണുവാനും കഴിയും. അപ്പൊ അയക്കപ്പെട്ടവനാണ് ക്രിസ്തു. അപ്പൊ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവം അവനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയോഗിച്ച് അയച്ചു. ഇനി അതിന്റെ മൂന്നാം അധ്യായം 16 വാക്യം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. അപ്പോൾ ഈ സന്തതി എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം പിന്നീട് പലയിടങ്ങളിലും ആവർത്തിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ സന്തതിയെക്കുറിച്ച് പറയുന്നുണ്ട്, ദാവീദിന്റെ സന്തതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രവചനാത്മാവിൽ സംസാരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ഈ പ്രോട്ടോ ഇവാഞ്ചലിയോന്റെ ആവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ മിഷന്റെ ആവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച് അത്രേ പറയും, അത് ക്രിസ്തു തന്നെ. അപ്പൊ ഇതിനെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3:15 ബന്ധിപ്പിച്ച് പഠിക്കുമ്പോൾ സ്ത്രീക്കും നിനക്കും സ്ത്രീയുടെ സന്തതിക്കും എന്ന് പറയുന്ന ആ ഒരു, അവളുടെ സന്തതിക്കും എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ആരെക്കുറിച്ചായിരുന്നു എന്ന് ഇവിടെ നമുക്ക് കാണുക. അപ്പൊ അത് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ജഡാവതാരം എടുക്കുന്ന ദൈവപുത്രനെ കുറിച്ചായിരുന്നു, ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു അവിടെ ദൈവം വെളിപ്പെടുത്തിയത്. അപ്പം വീണുപോയ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി വീണുപോയ മാത്രയിൽ തന്നെ ദൈവം ലോകത്തോടുള്ള തന്റെ പ്രവർത്തന പദ്ധതിയുടെ വെളിപ്പെടുത്തൽ നടത്തുന്നതാണ് പ്രോട്ടോ ഇവാഞ്ചലിയോം എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട കാര്യം. വീണുപോയ മാത്രയിൽ തന്നെ ദൈവം ലോകത്തെ വീണ്ടെടുക്കുന്നതിനുള്ള ദൈവിക പദ്ധതിയുടെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ മിഷന്റെ വെളിപ്പെടുത്തലായിരുന്നു ആ വാക്യത്തിലൂടെ ദൈവം നടത്തി.
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള ഭാഗം അത് പ്രീ ഹിസ്റ്റോറിക്കലായിട്ട് എഴുതപ്പെട്ടതാണെങ്കിലും അത് ദൈവത്തിന്റെ വെളിപ്പാടുകൾ ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പിൽക്കാലങ്ങളിൽ അത് രേഖപ്പെടുത്തുകയായിരുന്നു. ദൈവത്തിന്റെ വെളിപ്പാടിലൂടെ അത് രേഖപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 12-ാം അധ്യായം മുതൽ ദൈവം തന്നെ ഇസ്രായേലിന് വെളിപ്പെടുത്തുന്നതാണ്. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ സകല ജനതയോടുമുള്ള ദൈവത്തിന്റെ വെളിപ്പാട്. അവിടെ ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യനെന്നും മനുഷ്യകുലം മുഴുവനും പാപത്തിലേക്ക് നിപതിച്ചുവെന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി സ്ത്രീയുടെ സന്തതി സാത്താന്റെ തലയെ തകർക്കുവാൻ പ്രത്യക്ഷമാകുമെന്നുമുള്ള ആ സുവിശേഷത്തിന്റെ ആദിരൂപത്തിന്റെ പ്രഖ്യാപനവും സകല മനുഷ്യരോടുമായിരുന്നു. അപ്പൊ പ്രോട്ടോ ഇവാഞ്ചലിയാൻ ആദ്യം കൊടുക്കുന്നത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്. ആദാം ദൈവത്തിന്റെ മകനാണ് എന്ന് പറയുന്നുണ്ട്. ആദാം ആരായിരുന്നു? പിന്നീട് നാം വായിക്കുന്നത് വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. അങ്ങനെ നാം പുതിയ നിയമത്തിൽ ഒരു പ്രയോഗം കാണുന്നു. അപ്പൊ വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരുന്നു ആദാം. അപ്പം ദൈവത്തിന്റെ മിഷൻസിന്റെ ഭാഗമായി സകല ജനത്തോടുമുള്ള ദൈവത്തിന്റെ ഇടപാടുകളുടെ ഒരു 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 വെളിപ്പെടുത്തലാണ് 1 മുതൽ 11 വരെ നാം കാണും. 12 മുതലുള്ള അധ്യായങ്ങൾ കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. ദൈവം പ്രത്യേകമായി ഒരു ജനതയ്ക്ക് തന്നെ വെളിപ്പെടുത്തുകയും ദൈവം പ്രത്യേകമായിട്ട് ഒരു ജനതയ്ക്ക് തന്നെ വെളിപ്പെടുത്തുകയാണ്. അതാണ് 12 മുതലുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനതയുടെ ഉത്ഭവവും അവരെ ലോകത്തിൽ ഒരുക്കിയെടുക്കുന്നതും നാം കാണും. അപ്പൊ ഈ രണ്ട് കാര്യം. അപ്പൊ എന്തുകൊണ്ടാണ് ദൈവം ആദ്യം ഈ ഒരു പ്രോട്ടോ ഇവാഞ്ചലിയം സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ട്, ഒരു മിഷനായിട്ട് ദൈവം അവതരിപ്പിക്കുകയും 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ഒരു പ്രത്യേക ജനതയോടുള്ള വെളിപ്പാടുകളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും? ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല എന്ന് നമുക്ക് തോന്നാം. ദൈവത്തിന്റെ പദ്ധതികൾ മാറിയിട്ടില്ല, മറിച്ച് പ്രോട്ടോ ഇവാഞ്ചലിയോനെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയാണ് ദൈവം ഒരു ജനതയെ തിരഞ്ഞെടുക്കുന്നത്, ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത്. അവരിലൂടെയാണ് ദൈവം ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം ചില വസ്തുതകൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, സാൽവേഷൻ ഈസ് ഗോഡ് wrought, thus it is certain and full of grace. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അപ്പൊ രക്ഷ ദൈവത്തെങ്കിൽ നിന്ന് വരുന്നു. രക്ഷകൻ ദൈവമാണ്, അതിൻ്റെ ഉറവിടം ദൈവമാണ്, അതിൻ്റെ ഒറിജിനേറ്റർ ദൈവമാണ്, അതിൻ്റെ ഇനീഷ്യേഷൻ, അതിൻ്റെ മുൻകൈ എടുക്കുന്ന വ്യക്തി, അതിന്റെ പ്രാരംഭകൻ ദൈവമാണ്. അതിനെ പ്രോസസ്സ് ചെയ്യുന്നതും ദൈവവും. രക്ഷയുടെ പ്രക്രിയയിലേക്ക് ലോകത്തെ നയിക്കുന്നതും ദൈവമാണ് എന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ നിനക്കും സ്ത്രീക്കും ശത്രുത ഉണ്ടാക്കും, അതിനുശേഷമുള്ള കാര്യങ്ങൾ ഇങ്ങനെ സൂചന പോലെ വെളിപ്പെടുത്തിയിരിക്കുകയും അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പൊ അതിന്റെ പ്രോസസ് അതും ദൈവം വെളിപ്പെടുത്തി. അപ്പൊ ഇതെല്ലാം ദൈവത്തിൽ അധിഷ്ഠിതമായ രക്ഷാ പദ്ധതിയായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവമാണ് സകല മനുഷ്യരുടെയും പ്രത്യാശാ വിഷയം എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ
ദൈവത്തിന്റെ രക്ഷാ പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ വേല മനുഷ്യനെ സംബന്ധിച്ച് എത്രമാത്രം അവന്റെ ജീവിതത്തിന്റെ അവിഭാജ്യമായ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു ഘടകമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവത്തിന്റെ പ്രഖ്യാപനം വരികയും ദൈവം ആ പ്രഖ്യാപനത്തിൽ ഉറച്ചു നിൽക്കുകയും സകലർക്കും വേണ്ടിയുള്ള ഒരു രക്ഷയുടെ ഉറവിടമായി ദൈവം തീർന്ന് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തതിനു ശേഷം ആ രക്ഷയെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ഒരു പ്രത്യേക ജനതയുമായി പിൽക്കാലങ്ങളിൽ ഇടപെടുന്നു. അതിനുവേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. അബ്രഹാമിനെ ദൈവം അതിനുവേണ്ടിയാണ് വിളിക്കുന്നത്. അപ്പൊ രക്ഷാ പദ്ധതിയുടെ ഒരു വലിയ ഹിസ്റ്റോറിക്കൽ പ്രോഗ്രസ് നമുക്ക് പഴയ നിയമത്തിലുടനീളം കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് നാം മുമ്പേ വായിച്ച ഗലാത്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ. അപ്പൊ ദൈവത്തിന്റെ ആ ഒരു പ്രോസസ്, രക്ഷയിലേക്ക് ലോകത്തെ മുഴുവനും രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സിന്റെ ദൈവികമായ സമയത്തെയാണ് കാലസമ്പൂർണത എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന് പ്രത്യക്ഷപ്പെടുവാൻ ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അവരെ നെബൂഖദ്നേസർ ആക്രമിച്ചപ്പോൾ, അവരെ ഒന്നാമത്തെ പ്രവാസത്തിലേക്ക് അവർ പോയപ്പോൾ, അല്ല അതിനു മുമ്പുള്ള കാലഘട്ടത്തിലാണെങ്കിൽ തന്നെ അവരെ വിജാതീയർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഒക്കെ ഒരു മശിഹായെ അയക്കാമായിരുന്നു. പക്ഷെ അതിനുള്ള സമയം ആയില്ല എന്ന് നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനും. കർത്താവ് തന്നെ പറയുന്നുണ്ട്, സ്ത്രീയെ എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അപ്പം കർത്താവിന്റെ പ്രവൃത്തിക്കും ഒരു നിയോഗിക്കപ്പെട്ട സമയം ഉണ്ടായിരുന്നു. നിയോഗിക്കപ്പെട്ട സമയം, an appointed time. അപ്പൊ ദൈവത്തിന്റെ എല്ലാ പ്രവർത്തികൾക്കും ഒരു അപ്പോയിന്റഡ് ടൈം. അത് രക്ഷാനിർണയം പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട നാമും അത് മനസ്സിലാക്കിയിരിക്കണം. നമ്മളുടെ പ്രാർത്ഥനകൾ പോലും ചിലപ്പോഴൊക്കെ താമസിക്കുന്നതിന് കാരണം ദൈവത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, ദൈവത്തിന്റെ പദ്ധതിയുടെ പർപ്പസ്, അതിന്റെ പ്രോസസ്സ്, അതിന്റെ അപ്പോയിന്റഡ് ടൈം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സമയത്തായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ 3:15 പറയുന്ന ഒന്നാമത്തെ കാര്യം, സാൽവേഷൻ ഈസ് ഫ്രം ഗോഡ്. അതിന്റെ ഒറിജിനേറ്റർ, അതിന്റെ സോഴ്സ്, അതിന്റെ ഇനീഷ്യേറ്റർ, അതിന്റെ പ്രോസസ് ചെയ്യുന്നതെല്ലാം ദൈവം തന്നെ. രണ്ടാമത്തെ കാര്യം, സാൽവേഷൻ വിൽ ഡിസ്ട്രോയ് സൈറ്റൻ ദ എനിമി. ദൈവത്തിന്റെ രക്ഷാ പദ്ധതി സാത്താനെ പരാജയപ്പെടുത്തുന്നു, സാത്താനെ തകർക്കുന്നു. അതുകൊണ്ട് the evil is not permanent scourge of mankind and this world. ഈ ലോകത്തിന് ദുരിതം വിതയ്ക്കുന്ന, അവരെ നശിപ്പിച്ചു കളയുന്ന ഒരു ശക്തിയായിട്ട് സാത്താനെ കാണുന്നെങ്കിലും അതൊരു പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന, എന്നേക്കുമായിട്ട് നിൽക്കുന്ന ഒരു ശക്തിയല്ല, നിത്യമായി നമ്മെ ഉപദ്രവിക്കുന്ന ഒരു ശക്തിയല്ല സാർ. ദൈവവും ദൈവത്തിന്റെ പദ്ധതിയുമാണ് നിത്യമായി നിലനിൽക്കുന്നത്. അതാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ദിസ് റെഫ്യൂട്ട്സ് ദ തിയറി ഓഫ് ഡുവലിസം ആൻഡ് ഓൾസോ ദ സിംഗ്ലിക്കൽ തിയറി ഓഫ് ഹിസ്റ്ററി ആൻഡ് എക്സ്പീരിയൻസ് as it underlines the most oriental religions. അതായത് ഇവിടെ രണ്ട് തുല്യ ശക്തികൾ എല്ലാ കാലത്തും നിലനിൽക്കുന്നു എന്നുള്ള ചില മതങ്ങളിലെ ഓറിയന്റൽ റിലിജിയൻസിലൊക്കെ പഠിപ്പിക്കുന്ന ആ ഒരു കാര്യത്തിന്റെ അടിത്തറയിളകുകയാണ്. ക്രിസ്ത്യാനിറ്റിയിലും അങ്ങനെ ഒരു ചിന്താഗതി പല ഇടങ്ങളിലും നമുക്കൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. രണ്ട് ശക്തികൾ തുല്യമായിട്ട് നിൽക്കുന്നു, ഒന്ന് വെളിച്ചത്തിന്റെ ശക്തിയും ഒന്ന് ഇരുട്ടിന്റെ ശക്തിയും. അത് തമ്മിലുള്ള ഗ്രീക്കുകാരും തന്നെയാണ് ഇപ്പൊ പഠിപ്പിച്ചിട്ടുള്ളത്, ഡുവലിസമാണ്.
അപ്പൊ ഡൂവലിസം എന്ന് പറയുന്നതും ആ ഒരു തിയറിയും ഇവിടെ അസാധുവാകുകയാണ്. കാരണം ഒരു ശക്തി നിത്യമായിട്ടുള്ളതാണ്, മറ്റേത് ടെമ്പററി. ഒരു ശക്തി ആ ടെമ്പററി ആയിട്ടുള്ള ശക്തിയെ എന്ത് ചെയ്യും? തകർക്കും, അതിന്റെ മേൽ വിജയം കൊണ്ടാകും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, സാൽവേഷൻ വിൽ അഫക്റ്റ് മാൻകൈൻഡ് ആസ് എ ഹോൾ. ദൈവത്തിന്റെ രക്ഷ സകല മനുഷ്യരെയും ബാധിക്കുന്നതാണ്. ദൈവത്തിന്റെ രക്ഷ സകല മനുഷ്യരെയും ബാധിക്കുന്നതാണ്. ഒരു വ്യക്തിയിലോ ഒരു രാഷ്ട്രത്തിലോ ഒതുങ്ങുന്നതല്ല ദൈവത്തിന്റെ രക്ഷാപദ്ധതി. അപ്പൊ ദൈവത്തിന്റെ രക്ഷ എന്ന് പറയുന്നത് യഹൂദിന് വേണ്ടി ആയിരുന്നു എന്നുള്ള ആ ഒരു ചിന്താഗതിയെ തകിടം മറിക്കുന്നതാണ് ഈ ഒരു ചിന്ത. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, യഹൂദന്മാരെ സംബന്ധിച്ച് പലപ്പോഴും യഹൂദന്മാരല്ലാത്ത ആളുകളെ, ഇപ്പോഴും അവരങ്ങനെയൊക്കെയാണ്, യഹൂദന്മാരല്ലാത്ത ആളുകളെ ജാതികൾ അല്ലെങ്കിൽ വിജാതീയരായിട്ടുള്ള ജനതയായിട്ട് നമ്മളും അങ്ങനെയാണ് ഇപ്പോ ആളുകളെ വിളിക്കുന്നത്, അല്ലേ? ബന്ധുക്കൂസുകാരല്ലാത്തവരെല്ലാം നമ്മൾ ജാതികൾ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത് അത്രത്തോളം ശരിയാണെന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ശരിയല്ല. എന്തോ ശരിയല്ല, അത് ശരിയല്ല. റൈറ്റ്. അപ്പം അത് ഒത്തിരി ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ അത് വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം യഥാർത്ഥത്തിൽ യഹൂദന്മാര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, യഹൂദന്മാര് ചിന്തിച്ചിരുന്നത് ഈ ജാതികൾ എന്ന് പറയുന്ന ആളുകള് നരകത്തിൽ, ഇപ്പം ഈ ഗ്യാസിനൊക്കെ ഭയങ്കര ക്ഷാമമൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പൊ തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിറക് പോലെയാണ്, നരകത്തിലെ തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിറകായിട്ടാണ് ജാതികളെ യഹൂദന്മാരും യഹൂദ റബിമാരും ഒക്കെ കണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവരെന്ത് ചെയ്യാൻ പോകുന്നില്ല, ദൈവത്തെ വിളിക്കാൻ പോകുന്നില്ല, അവര് രക്ഷപ്പെടാൻ പോകുന്നില്ല, അവരെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, അവരോട് നമുക്ക് സംസർഗമൊന്നും പാടില്ല, അവരുടെ ദേശത്തൂടെ സഞ്ചരിക്കാൻ പാടില്ല. അപ്പം വേർപാട് എന്ന് പറയുന്നതിന്റെ ഒരു കഠിനമായ രൂപം, ഒരു ദുഷിച്ച രൂപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ വേർപാടിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ ഒരു എക്സ്ക്ലൂസീവ് റിലീജിയനായിട്ട് മാറുകയായിരുന്നു യഹൂദൻ. കർത്താവ് വന്നു കഴിഞ്ഞപ്പോ എന്താ ചെയ്തേ? പതിയെ 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 അവരുടെ ആ ഒരു കോൺസെപ്റ്റിനെ മാറ്റുന്നത് കാണും. കോൺസെപ്റ്റിനെ മാറ്റി. വരണ്ട കൈയുള്ള ഒരു സ്ത്രീയെ ശബത്ത് ദിവസത്തിൽ സൗഖ്യമാക്കി. അതവരുടെ ന്യായപ്രമാണത്തിനുള്ള മറുപടിയായിരുന്നു. അവരാകെ ക്ഷുഭിതരായി. അവർ ചോദിച്ചു, ഈ ശബത്തിന്റെ ദിവസമാണോ സൗഖ്യമാക്കുക? അവരുടെ ചിന്താഗതി തന്നെ മാറിയില്ല. ശബത്താണോ പ്രധാനം, സൗഖ്യമാണോ? മറ്റൊരു പ്രാവശ്യം ശമരിയ പട്ടണത്തിലൂടെ നടന്നു പോകുക, ഒരൊറ്റ റബിമാര് പോലും ശമരിയയിൽ കൂടെ പോകത്തില്ല. അത് യോർദാൻ നദി കടന്ന് പെരിയാദേശത്തൂടെ കയറി പിന്നെ യോർദാന്റെ കിഴക്ക് ഭാഗത്തൂടെ ചെന്നിട്ട് ആണ് മറ്റു സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. യഹൂദയിൽ നിന്ന് പോകുന്ന, യെരുശലേമിൽ നിന്ന് പോകുന്ന യഹൂദൻ അങ്ങനെ ചുറ്റിക്കറങ്ങിയാണ് പോകുന്നത്. കാരണം അതുവഴി കയറിപ്പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമായി, അശുദ്ധമായി കഴിയും. കർത്താവ് എന്ത് ചെയ്തു? ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് നേരെ ശമരിയ പട്ടണത്തിലോട്ട് പോയി. സാധാരണ റബിമാർ ഈ സ്ത്രീകളോട് സംസാരിക്കാറില്ല. യേശു സ്ത്രീയോട് സംസാരിച്ചു. സ്ത്രീയോട് സംസാരിച്ചു എന്ന് മാത്രമല്ല, അവിടെ അത്ര വലിയ മാന്യമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയൊന്നും ആയിരുന്നില്ല എന്ന സംഭവത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. അപ്പൊ അവിടെ ന്യായപ്രമാണം കൽപ്പിച്ചു എന്ന് യഹൂദന്മാർ കരുതിയിരുന്ന സകല സാമൂഹിക വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് കർത്താവ് ഒരു പാഠം പഠിപ്പിക്കുകയാണ്. ശമരിയക്കാരും ആർക്കുള്ളതാണ്? ദൈവത്തിന് ഉള്ളതാണ്.
അതുകൊണ്ടാണ് അന്ത്യകൽപ്പന കൊടുക്കുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമര്യയിലും എടുത്തു പറഞ്ഞു. ശമര്യയിൽ കൂടെ പോയിട്ട് വേണം വേറെ പോകാൻ വേണ്ടി, ഭൂമിയുടെ അറ്റത്തോളം. പത്രോസിന്റെ കാര്യം നമുക്കറിയാം. പത്രോസിന് സുവിശേഷ വേല ചെയ്തിരിക്കുന്ന സമയത്ത് ഈ വിജാതിയരുടെ വീടുകളിലൊന്നും പോകുന്നതിന് താല്പര്യമില്ല. കാരണം അദ്ദേഹം കടുത്ത യഹൂദവാദിയായി. പോകത്തില്ല എന്നറിഞ്ഞതുകൊണ്ടാണ് ദൈവം നേരിട്ട് വലിയ ദർശനം കൊടുത്തു. ആകാശം തുപ്പട്ടി ഇറങ്ങി വന്നു. ആ ദർശനമൊക്കെ നമുക്കറിയാം. അവസാനം കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പോയി പ്രസംഗിച്ചു. സാധാരണ പ്രസംഗിച്ച് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സ്നാനപ്പെടുത്തുക ചെയ്യുന്നത്. എന്നിട്ടാണ് പരിശുദ്ധാത്മാഭിഷേകമൊക്കെ പ്രാപിക്കുന്നത്. പക്ഷെ ഇവിടെ വചനം പ്രസംഗിച്ചപ്പോ തന്നെ എന്ത് ചെയ്തു? കൊർന്നേലിയോസിന്റെ വീട്ടിൽ ഇരുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരികയും ഒരു അന്യഭാഷകളിൽ സംസാരിക്കുകയും ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഇവരെ സ്നാനപ്പെടുത്താതിരിക്കാൻ ഇനി പറ്റത്തില്ല, കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞു. അപ്പൊ വിജാതീയരെ, റോമാക്കാരെ, യഹൂദനെ അകറ്റി നിർത്തിയവരെ എത്രത്തോളം ദൈവം ചേർത്ത് നിർത്തുന്നു എന്ന് ആ ഒരു ചിത്രത്തിലൂടെ നമുക്ക് പുതിയ നിയമത്തിലും നമുക്ക് കാണുവാൻ കഴിയും. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രമാണം സംബന്ധിച്ച് വ്യഭിചാരം ചെയ്ത വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലണം. അത് കർശനമായ നിയമമാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായിട്ട് കർത്താവിനടുക്കൽ വന്നപ്പോൾ കർത്താവ് എന്താവും ചെയ്തു? അപ്പൊ ന്യായപ്രമാണപരമായിട്ടുള്ള കാര്യങ്ങളായാലും നീതിയുടെ കാര്യമായാലും വിജാതീയരോടുള്ള കാര്യമായാലും യേശു ക്രിസ്തു അവരെ ക്രമേണ ഇത് യഹൂദന്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള രക്ഷയല്ല, മറിച്ച് ഇത് സകലർക്കും വേണ്ടിയുള്ള രക്ഷാപദ്ധതിയാണ് എന്ന് പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ സാൽവേഷൻ വിൽ എഫക്ട് ഓൾ ദ മാൻകൈൻഡ്. നാലാമത്തെ കാര്യം, പ്രോട്ടോ ഇവാഞ്ചലിയോൻ പറയുന്ന നാലാമത്തെ കാര്യം, സാൽവേഷൻ വിൽ കം ത്രൂ എ മീഡിയേറ്റർ ഹു ഇൻ ആൻ ഓർഗാനിക് വേ ഈസ് റിലേറ്റഡ് ടു മാൻകൈൻഡ്. മനുഷ്യന് ജാതിയുമായി ബന്ധമുള്ള ഒരു മധ്യസ്ഥനിലൂടെ ആയിരിക്കും ഈ രക്ഷ. ഞാൻ സ്ത്രീയുടെ സന്തതി, അവളുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗം നമ്മൾ കണ്ടതാണ്. അപ്പൊ മനുഷ്യകുലവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയായിരിക്കും ഈ രക്ഷയുടെ മീഡിയേറ്റർ. രക്ഷയുടെ മധ്യസ്ഥൻ എന്ന് പറയുന്നത് മനുഷ്യകുലവുമായി ബന്ധമുള്ള ഒരാളായിരിക്കും. ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് സ്ത്രീയുടെ സന്തതി, സീഡ് ഓഫ് ദി വുമൺ. അപ്പോൾ അങ്ങനെയാണ് കർത്താവ് സ്ത്രീയുടെ സന്തതിയായിട്ട് വന്നു എന്ന് പറയുന്നതിനകത്ത് ഒരു ദൈവശാസ്ത്രപരമായ പ്രാധാന്യമുണ്ട്. കർത്താവിന്റെ ജനനം പുരുഷ സമ്പർക്കത്തിലായിരുന്നില്ല. ദൈവപുത്രൻ ജനിച്ചത് സ്ത്രീയുടെ സന്തതിയായിട്ടാണ്. അഞ്ചാമത്തെ കാര്യം, salvation is bound up with the suffering of the Redeemer. രക്ഷ സാധ്യമാകുന്നത് രക്ഷകനായി വരുന്നവന്റെ കഷ്ടാനുഭവങ്ങളിലൂടെയാണ്. രക്ഷകനായി വരുന്നവന്റെ കഷ്ടാനുഭവങ്ങൾ, അതാണ് the enemy shall bruise his heel. നീ അവന്റെ കുതികാൽ തകർക്കും എന്നാണ് അവിടെ വെളിപ്പെടുത്തി. അപ്പൊ രക്ഷകന്റെ കഷ്ടാനുഭവം, കർത്താവിനെ അനേക പുത്രന്മാരെ നിത്യതയിലേക്ക്, തേജസ്സിലേക്ക് നയിക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമെന്ന് ദൈവത്തിന് തോന്നി. അപ്പൊ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾ എത്രയോ യുഗങ്ങൾക്ക് മുമ്പേ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമായിരുന്നു. ആറാമത്തെ കാര്യം, ലാസ്റ്റ് വൺ, salvation will experienced within history as the fall is a part of history.
രക്ഷ, ദൈവത്തിന്റെ രക്ഷ നമുക്ക് ചരിത്രത്തിൽ ഉടനീളം, ചരിത്രത്തിൽ എല്ലാ കാലത്തും അനുഭവിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒന്നുകൂടെ പറയാമോ സാറ്? ദൈവത്തിന്റെ രക്ഷ ചരിത്രത്തിലെ എല്ലാ കാലഘട്ടത്തിലും അനുഭവിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതിൽ ഈ 6 പ്രധാനപ്പെട്ട വസ്തുതകളിൽ നമുക്ക് ഈ പ്രോട്ടോ ഇവാഞ്ചലിയോൻ പുതിയ നിയമത്തിൽ വെളിപ്പെടുവാനുള്ള രക്ഷയുടെ പ്രാരംഭ വെളിപ്പാടായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനി പുതിയ നിയമത്തിൽ കാണുന്ന, ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുന്ന സകല വെളിപ്പാടുകളും രക്ഷാ പ്രോസസ്സും അതിന്റെ പ്രക്രിയകളും ദൈവം അംശമായി പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. അപ്പൊ ദൈവം അതിനു വേണ്ടി നിയോഗിച്ച് അയച്ചതാണ് യേശു ക്രിസ്തുവിനെ എന്ന് നമുക്ക് കാണാം. നോഹയുടെ കാലഘട്ടത്തിൽ അത് തന്നെയായിരുന്നു. നോഹയുടെ കാലഘട്ടത്തിൽ നോഹയുടെ തലമുറയെ ദൈവം ശിക്ഷിക്കുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി സകല ആളുകളോടുമുള്ള ദൈവത്തിന്റെ സുവിശേഷം അറിയിച്ചതാണ്. അതിനുശേഷമാണ് ഒരു പുതിയ ആരംഭം കുറിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം തന്റെ രക്ഷയുടെ പദ്ധതിയെ അറിയിച്ചു, നോഹയുടെ കാലത്ത് അറിയിച്ചു. നോഹയുടെ കാലത്ത് മാനസാന്തരപ്പെടുവാനുള്ള സന്ദേശം ദൈവം കൊടുത്തു. അപ്പൊ പ്രോട്ടോ ഇവാഞ്ചലിയോന് ശേഷമുള്ള പ്രധാനപ്പെട്ട കാര്യം നാഷണൽ റിലീജിയൻ ഓഫ് ഇസ്രായേൽ. ദ നേഷൻ ഓഫ് ഇസ്രായേൽ അല്ലെങ്കിൽ ദ നാഷണൽ റിലീജിയൻ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിനെ ദൈവം വിളിക്കുന്നതും ഇസ്രായേലിനുള്ള ഇടപാടുകളിൽ ദൈവത്തിന്റെ പദ്ധതിയുമാണ് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയുന്നത്. നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ മിഷൻസിന്റെ ഭാഗങ്ങൾ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ സാറേ, ചായ കുടിക്കും. അതെ, സാറേ ചായ കുടിച്ചില്ലേ? 2 മിനിറ്റോടെ ചായ കുടിച്ചില്ലേ സാറേ? കുടിച്ചു. ഉണ്ടാക്കണം, പിന്നെ ഇച്ചിരി താമസിച്ചു.